ബലിപീഠത്തെ മലിനമാക്കിയ ജെറിൻ പാലത്തിങ്കലിനെ സംരക്ഷിക്കുന്ന മാർ ജോസഫ് പാംബ്ലാനിയെ മെത്രോപൊലിത്തൻ വികാരി സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. പ്രസാദഗിരി പള്ളിയിൽ സഭയുടെ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ജോൺ തോട്ടപ്പുറം അച്ഛനെ മദ്ബഹയിൽ കയറി കഴുത്തിന് പിടിച്ച് തള്ളിയിട്ട് മർദ്ദിച്ച ക്രിമിനൽ കുറ്റവാളിയായ ജെറിൻ പാലത്തിങ്കലിനെ സഭയിൽ നിന്നും പുറത്താക്കാതെ സംരക്ഷിക്കുകയാണ് മാർ ജോസഫ് പാംബ്ലാനിയും വിമതന്മാരും. മാർ പാംബ്ലാനിക്ക് വിമതന്മാരുമായുള്ള ചങ്ങാത്തം കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. കള്ളന്മാരെയും തെമ്മാടികളെയും കുത്തി നിറച്ച് വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചതിലൂടെ വിമതർക്ക് ഈ അതിരൂപതയിൽ അഴിഞ്ഞാടാനുള്ള ലൈസൻസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനിയും മാർ പാംബ്ലാനിയെ വികാരിയായി ഇവിടെ വാഴിച്ചു കൊണ്ടിരുന്നാൽ സഭ രണ്ടായി പിളരുന്ന ദയനീയ കാഴ്ച വിശ്വാസികൾ കാണേണ്ടി വരും. ആ സാഹചര്യം പിതാക്കന്മാർ തിരിച്ചറിഞ്ഞ് എത്രയും വേഗം വികാരി സ്ഥാനത്ത് നിന്നും പെർമനന്റ് സിനഡിൽ നിന്നും മാർ പാംബ്ലാനിയെ ഒഴിവാക്കുക തന്നെ വേണം. മാത്രമല്ല, എത്രയും വേഗം സഭാ അധികാരികളെ അനുസരിക്കാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയെ സപ്രസ് ചെയ്യുവാൻ വത്തിക്കാനോട് ആവശ്യപ്പെടുകയും വേണം. സഭയെ നയിക്കുവാനുള്ള കെൽപ്പും കരുത്തുമില്ലാത്ത മേജർ ആർച്ച് ബിഷപ്പിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുക തന്നെ വേണം. വിമതന്മാർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും കുഴപ്പമില്ല. 10 കൽപ്പനകൾ എല്ലാം ലംഘിച്ചാലും തിരുസഭയുടെ നിയമങ്ങൾ തെറ്റിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അതിരൂപത. ഒരു കൂട്ടം അസന്മാർഗികളായ വൈദികരുടെ സംഘടിക ശക്തിക്ക് മുന്നിൽ സീറോ മലബാർ സഭ തോറ്റു കൊടുക്കേണ്ട അവസ്ഥയായിരിക്കുകയാണ്. മാർപ്പാപ്പയുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നും വ്യതിചലിച്ചാണ് സീറോ മലബാർ സഭ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച 32 പേർക്ക് എന്ത് നടപടിയാണ് എടുത്തത്? പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനെ കുപ്പിയെറിഞ്ഞവനെ എന്തു ചെയ്തു? അരമന കയ്യേറി ആക്രമം കാണിച്ചവരെ എന്തു ചെയ്തു? മൂത്രം ഒഴിച്ചുകൊണ്ട് കുർബാന ചൊല്ലിയവനെ എന്തു ചെയ്തു? സ്ഥലമാറ്റ ഉത്തരവ് കൊടുത്തിട്ടും കുരിയയെ അംഗീകരിക്കാതെ നാട്ടിൽ നിലവിലുള്ള നിയമവ്യവസ്ഥയെ കോടതിയെ അനുസരിക്കാത്ത 4 വൈദികരെ എന്തു ചെയ്തു? വഴിയിൽ പന്തൽ കെട്ടി സഭയ്ക്കെതിരെ സമരം ചെയ്തവരെ എന്തു ചെയ്തു? കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വയോധികനായ ഒരു അച്ഛനെ അൾത്താരയിൽ നിന്നും കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊണ്ടുപോയി സങ്കീർത്തയിലിട്ട് ചവിട്ടിക്കൂട്ടിയവനെ എന്തു ചെയ്തു? പള്ളിയുടെയും പള്ളിവക സ്ഥാപനങ്ങളുടെയും കണക്കിൽ തിരിമറി നടത്തി കോടികൾ കട്ടുമുടിച്ചവരെ എന്തു ചെയ്തു? ഇതൊന്നും ഉത്തരം കൊടുക്കാതെ മാർ തട്ടിലിനും മാർ പാംബ്ലാനിക്കും എത്ര നാൾ ഇങ്ങനെ ഒളിച്ചുകളി തുടരാൻ പറ്റും?